കേരള കോൺഗ്രസ് എം പാലക്കയം വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു. പാലക്കയം വില്ലേജ് പരിധിയിൽ വരുന്ന 3 ഏക്കർ കരിമല, ചെറുമല, മുണ്ടനാട്, ചീനക്കപ്പാറ, വട്ടപ്പാറ, അച്ചിലട്ടി, തരിപ്പതി, ഇരുമ്പുകച്ചോല, പൂഞ്ചോല, ആനമൂളി തുടങ്ങിയ പ്രദേശങ്ങളിൽ ചില സർവേ നമ്പറിൽ ഉൾപ്പെട്ട ഭൂമിക്ക് രേഖകളെല്ലാം ഉണ്ടായിട്ടും ക്രയവിക്രയം നടത്തുവാനോ നികുതി അടയ്ക്കുവാനോ കുടുംബാംഗങ്ങൾക്ക് കൈമാറുവാനോ കഴിയാത്ത അവസ്ഥ നിലനിൽക്കുകയാണ്. ആധാരം പണയപ്പെടുത്തി ലോൺ എടുക്കുവാൻ പോലും പറ്റാത്ത അവസ്ഥ. നിരന്തരം ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിട്ടും തുടർ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കേരള കോൺഗ്രസ് എം വില്ലേജ് ഓഫീസ് ഉപരോധിച്ചത്. എല്ലാ രീതിയിലും മലയോര മേഖലയിലെ കർഷകർ പ്രതിസന്ധിയിലാണ്. കാർഷിക വിളകൾക്ക് വിലയില്ല, ഉള്ള വിളവെല്ലാം വന്യജീവികൾ നശിപ്പിക്കുന്നു. അതിനു പുറമെയാണ് സ്വന്തം കൃഷിയിടത്തിന്റെ ഊരാക്കുടുക്ക്. ജീവിതം വഴിമുട്ടിയതിനെ തുടർന്നാണ് സമരം നടത്തിയത്. കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് ജോസഫ് ഉപരോധ സമരം ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, അടുത്ത കാലത്തായി എക്കാലവും കർഷകരെ സംബന്ധിച്ചോളം വളരെയധികം ഈ സംസ്ഥാനത്ത് ദുരിതം അനുഭവിക്കുന്ന ഒരു ജനവിഭാഗമാണ്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് വിലയില്ല എന്നുള്ളത് വലിയ പ്രശ്നമാണ്. വളരെയധികം ഈ വിലയിലെ വലിയ ഫ്ലക്ച്വേഷൻസ്, വില കുറഞ്ഞും കൂടിയും ഇരിക്കും. കർഷകരെ സംബന്ധിച്ചോളം അവർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഇത്ര വിലയുണ്ട് എന്നറിയാത്തതുകൊണ്ട് അവർക്ക് ഒരു വർഷം എത്ര വരുമാനം കിട്ടുമെന്ന് പോലും കൂട്ടുവാനോ കണക്കാക്കുവാനോ സാധിക്കില്ല. മിക്കവാറും പെട്ടെന്നുണ്ടാകുന്ന വിലത്തകർച്ചയിൽ തങ്ങളുടെ ലോണുകൾ അടയ്ക്കാനും ഇൻട്രസ്റ്റ് അടയ്ക്കാനും സാധിക്കാതെ അവരുടെ ഭൂമി ജപ്തി ചെയ്യുന്ന സാഹചര്യം അനവധിയായിട്ടുണ്ടായിട്ടുണ്ട്. നമുക്കറിയാം, വന്യമൃഗശല്യം കേരളം മുഴുവൻ കർഷകരുടെ മേഖലയിലേക്ക്, കൃഷിഭൂമിയിലേക്ക് വന്യമൃഗങ്ങൾ ഇറങ്ങുവാണ്. 1972 വന്യജീവി സംരക്ഷണ നിയമം പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനം മുഴുവൻ മലയോരങ്ങളിൽ സമരം നടത്തിയിട്ട് ഏതാനും 1-2 മാസമായിട്ടുള്ളൂ. 1972 നിയമം വരുമ്പോൾ നമ്മൾ കർഷകരോ അല്ലാത്ത ജനങ്ങളോ കാട്ടിലേക്ക് കയറി നായാട്ട് നടത്തുന്നു എന്നുള്ളതായിരുന്നു അന്നത്തെ സാഹചര്യം. അതിനാണ് ഈ വന്യമൃഗ സംരക്ഷണ നിയമം 1972 കൊണ്ടുവന്നത്. ഇന്നിപ്പോ അതല്ല സംഭവം. വന്യമൃഗങ്ങൾ മുഴുവൻ കൃഷിഭൂമിയിലേക്ക് ഇറങ്ങുന്നു. കർഷകരെയും അല്ലാത്തവരെ ആളുകളെയും കൊല്ലുന്നു. കൃഷിഭൂമി മുഴുവൻ നാശമാക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ നോക്കുമ്പോൾ രാത്രിയിലെ തങ്ങൾക്കുണ്ടായി വെച്ചുപിടിപ്പിച്ച, കാലങ്ങളായി വർഷങ്ങളായി വെച്ചുപിടിപ്പിച്ച കൃഷികളെല്ലാം, തെങ്ങായിക്കോട്ടെ, കമുങ്ങായിക്കോട്ടെ, വാഴയായിക്കോട്ടെ, ഒന്നുമില്ല, നാമാവശേഷമാക്കിയിരിക്കുന്നു. ഒന്നുമില്ലാത്തവനായി സുപ്രഭാതത്തിൽ കർഷകൻ മാറുകയാണ്. ഇത് വലിയൊരു സംഭവമായും മാറിയിട്ടുണ്ട്. കേരളത്തിലെ ജനങ്ങളെ, കർഷകരെ ബാധിക്കുന്ന, റോഡിൽ കൂടെ നടന്നു പോകുന്ന ആളുകളെ വരെ വന്യമൃഗങ്ങൾ ആക്രമിക്കുന്നു, കൊല്ലുന്നു. കാട്ടുപന്നികൾ കൂട്ടമായിട്ട് റോഡിലേക്ക് ഇറങ്ങി വഴിയാത്രക്കാരെയും ബൈക്കിൽ പോകുന്നവരെയും പിടിച്ചു പിടിക്കുന്നു. കാട്ടുപന്നികളെ കൃഷിഭൂമിയിൽ മുഴുവൻ നശിപ്പിക്കുന്നു. ആനയിറങ്ങുന്നു. അങ്ങനെ ഏതാണ്ട് 555ഓളം ജീവനും പൊലിഞ്ഞ കാട്ടുമൃഗങ്ങളുടെ ആക്രമണത്തിൽ പൊലിഞ്ഞ സംഭവം കേരളത്തിലുണ്ടായിട്ടുണ്ട്. നിരവധിയായ ആളുകൾ പരിക്കേൽക്കുന്നു. ഇതിനൊന്നും ഒരു സമാധാനമില്ല. അതുകൊണ്ടാണ് ആരാധനായ കേരള കോൺഗ്രസിന്റെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിൽ പാർലമെന്റിലേക്ക് നമ്മൾ മാർച്ച് നടത്തിയുണ്ടായി. ഈ നിയമം പൊളിച്ചെഴുതണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അദ്ദേഹം കേരളത്തിന്റെ പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചുകൂട്ടിക്കൊണ്ട് ഈ നിയമം പൊളിച്ചെഴുതിന് വേണ്ടി നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുകയുണ്ടായി. അതിന്റെ ഫലമായി അത് അസംബ്ലി ചർച്ച ചെയ്യുകയും സബ്ജക്ട് കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഈ വക കാര്യങ്ങളിലെല്ലാം ബഹുമാന്യ പാർട്ടിയുടെ ചെയർമാൻ നേതൃത്വത്തിൽ പാർലമെന്ററി കമ്മിറ്റിയിലും അതിന് എംപവേർഡ് കമ്മിറ്റിയിലും ഉത്തരവാദിത്തപ്പെട്ട വനംവകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് കണ്ട് നിവേദനം നടത്തിയുണ്ടായി. നമുക്കറിയാം, ഇങ്ങനെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിയിരിക്കുന്ന കർഷകരുടെ തലയിലേക്കാണ് ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ ഭൂമിയുടെ തർക്കം, സർവേ നമ്പർ തർക്കം. കർഷകർ നിരപരാധികളാണ്. ഇപ്പൊ ഇവിടെ നമ്മുടെ അടുത്ത് കരിമ്പ പഞ്ചായത്തിൽ 3 ഏക്കറിലെ ബെന്നി സഭാഷിന്റെ കാര്യം പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സർവേ നമ്പർ 2268 2268 അയാൾ സ്വന്തമായിട്ട് വെച്ച് അനുഭവിക്കുന്ന ഭൂമിയാണ്. ഫോറസ്റ്റുകാർക്ക് തർക്കമില്ല. ഫോറസ്റ്റിന്റെ NOC കിട്ടിയിട്ടുണ്ട്. ആ സ്ഥലത്തിന് പട്ടയമുണ്ട്. ആ സ്ഥലത്തിന് ആധാരമുണ്ട്. പക്ഷേ അതിപ്പം നമ്മുടെ FMBയിലും ANB രജിസ്റ്ററിലും അത് സ്വകാര്യ ഭൂമിയായിട്ട് കാണിക്കുന്നില്ല, വനഭൂമിയായിട്ട് കാണിക്കുന്ന ഒറ്റ കാര്യം കൊണ്ട് തന്റെ പേരെടുക്കുന്നതിനോ നികുതി അടയ്ക്കുന്നതിനോ കൈവശ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിനോ ഭൂമി കൈമാറ്റം നടത്തുന്നതിനോ സാധിക്കില്ല. ഒരു ഭാഗാധാരം പോലും നടത്താൻ സാധിക്കില്ല. നിങ്ങളൊന്ന് വിചാരിച്ചു നോക്കി, എത്രയോ വർഷമായിട്ട് എല്ലാ രേഖകളും ഉണ്ടായിട്ട് ഇങ്ങനെ സംഭവിക്കാന്ന് വെച്ചാൽ കർഷകരെ സംബന്ധിച്ചോളം അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമല്ല.
കേരള കോൺഗ്രസ് എം കോങ്ങാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് സജീവ് മാത്യു അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് കാഞ്ഞിരപ്പാറ, ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ്, ജില്ലാ സെക്രട്ടറിമാരായ മത്തായി, മിനിമോൾ, നിയോജക മണ്ഡലം സെക്രട്ടറി ഐസക് ജോൺ, സുരേഷ്, അരുൺ സക്കറിയ, ജോസ് പാതാലിൽ, ജോണി PM തുടങ്ങിയവർ ഉപരോധ സമരത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു.